സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ഡിഷാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി, ഇലയട. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാൽ എങ്ങനെയാണ് ഈ ഒരു ഇലയട തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇലയട ഉണ്ടാക്കാൻ. വെള്ളം ആദ്യം തിളപ്പിക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം 1 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂണ് വെച്ച് ഇളക്കി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഏകദേശം 1.25 കപ്പ് വെള്ളം വേണ്ടി വന്നു. പൊടിക്കനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പഴം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് റോബസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ തന്നെ ശ്രമിക്കുക. ഇനി വാഴയില എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ മാവ് കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്ത് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ പരത്തി കൊടുക്കാം നൈസാക്കിയിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 സ്പൂൺ ഫില്ലിംഗ് ആണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് മടക്കാം ഇതുപോലെ. ഇങ്ങനെ മറ്റുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇലയട വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ സ്റ്റീം ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയും വെല്ലവും പഴവും ഏലക്കയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ടെക്സ്ചറൊക്കെ കൂട്ടി അതിൻ്റെ സ്മെല്ലും നല്ലൊരു ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.